നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രമോൽ കേട്ടതുപോലെ നമ്മുടെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹൃദ്രോഗം കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്നത് തന്നെയാണ്. ഓക്കെ, ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രേമാഷ്, മെഡിട്രീന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. ഡോക്ടർ സ്വാഗതം. താങ്ക് യു ശ്രീലക്ഷ്മി. അപ്പോൾ ഇത് തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഹൃദ്രോഗമാണ് ശരിക്കുമുള്ള നമ്മുടെ വിഷയം. ഇതിൻ്റെ കാരണവും പരിഹാര മാർഗ്ഗങ്ങളും നിങ്ങളുടെ സംശയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. 0474293111. ഡോക്ടർ, ഹൃദ്രോഗം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? ഒരുപാട് പേർക്ക് കാണപ്പെടുന്നുണ്ട്. ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഹൃദ്രോഗം ഇന്ന് എത്രത്തോളം കൂടുതലാണ്? ഹൃദ്രോഗം ലോകത്ത് ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ അത് ഹൃദ്രോഗമാണ്. ഹൃദ്രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഹൃദയം ഒരു നമ്മൾ ഭ്രൂണത്തിലിരിക്കുന്നത് തൊട്ട് മരണം വരെയും പ്രവർത്തിക്കുന്നൊരു അവയവമാണ്. അതിന് കോൺസ്റ്റൻ്റ്ലി അതിനെപ്പോഴും രക്തം, ഓക്സിജൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട 3 ധമനികളാണ് ഉള്ളത്. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്നും റൈറ്റ് കൊറോണറി ആർട്ടറി എന്നും നമ്മൾ വിളിക്കും. ഇതിനകത്ത് കൊഴുപ്പിൻ്റെ പാളികൾ അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഹൃദയത്തിന് ആവശ്യം വേണ്ട രക്തം കിട്ടത്തില്ല. അതുമാതിരി തന്നെ പലപ്പോഴും ഈ ബ്ലോക്ക് കൂടി ഹൃദയാഘാതത്തിലേക്ക് നയിക്കും. ഹൃദയാഘാതത്തിൻ്റെ പേരാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഹൃദ്രോഗം ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ്. എന്താണ് ഈ ജീവിതശൈലി രോഗം? നമ്മൾ മനുഷ്യർ കാലക്രമേണ ഡെവലപ്മെൻറ്റൊക്കെ വന്നപ്പോൾ മനുഷ്യരുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു, മനുഷ്യരുടെ എക്സസൈസ് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഡയബറ്റിസ് ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. രക്താതിമർദ്ദം, പൊണ്ണത്തടി, ഇതൊക്കെ ഹൃദ്രോഗത്തിലേക്ക് നയിക്കും. അപ്പോൾ ഈ ജീവിതശൈലി രോഗം, അതായത് നമ്മളുടെ കർമ്മനിരതമായ നമ്മുടെ ജീവിതത്തിൽ സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സ്, അതായത് നമ്മൾ കൂടുതലും എക്സസൈസൊക്കെ അവോയ്ഡ് ചെയ്ത് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ഹൃദ്രോഗത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കുന്ന രോഗമാണ്, സാംക്രമികമല്ലാത്ത രോഗമാണ് ഹൃദ്രോഗവും കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹൃദ്രോഗം കൊണ്ട് അതുപോലെ രക്തക്കുഴൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും സ്ട്രോക്കിലേക്കും നയിക്കും. അപ്പോൾ ഹൃദ്രോഗമാണ് ഏറ്റവും കൂടുതൽ മരണവും അതുപോലെ തന്നെ ഹൃദ്രോഗം കൊണ്ടുള്ള നമ്മുടെ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി, അതായത് നമുക്ക് ആരോഗ്യം കുറഞ്ഞ ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. പലപ്പോഴും കുടുംബനാഥനെയായിരിക്കും ഹൃദ്രോഗം അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകമും അവിടെ തടസ്സപ്പെടുകയാണ്. അപ്പോൾ മോബിഡിറ്റിയും മൊർട്ടാലിറ്റിയും, അതായത് മരണസാധ്യതയും അതുകൊണ്ടുള്ള ജീർണാവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഹൃദ്രോഗം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതലാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആപ്റ്റായിട്ട് ചേരുന്ന ഒരു അവസ്ഥയാണ് ഹൃദ്രോഗം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. ഹൃദ്രോഗം കാരണങ്ങളും പരിഹാര മാർഗം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ, നമുക്ക് ഇതൊരു പകരുന്ന രോഗമല്ല എന്ന് പറയുമ്പോഴും പക്ഷേ ഇത് പാരമ്പര്യമായി ഒക്കെ വരാവുന്ന ഒരു അസുഖമല്ലേ? അതെ, നമുക്ക് ഹൃദ്രോഗം ഒരു പരിധിവരെ പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്ത് ഇപ്പോൾ ഹൃദ്രോഗ സാധ്യതയുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ 55 വയസ്സിന് താഴെയും സ്ത്രീകൾക്ക് 65 വയസ്സിന് താഴെയും ഹൃദ്രോഗമുണ്ടെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് മക്കൾ, അസുഖം വന്നവരുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹൃദ്രോഗം വരണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഹൃദ്രോഗ സാധ്യത നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. ഇതിനർത്ഥം ഭയന്ന് ജീവിക്കണമെന്നല്ല, പക്ഷേ ഹൃദ്രോഗത്തിന് കാരണമായ വേറെ ഘടകങ്ങളും നമ്മുടെ ജീനുകളും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും ഹൃദ്രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങൾ, അതായത് ഈ ഡയബറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി, പൊണ്ണത്തടി, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ പാരമ്പര്യം ഉണ്ടെങ്കിൽ കൂടി ഒരുപക്ഷെ നമുക്ക് ഹൃദ്രോഗത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റിയിരിക്കും. നമുക്കൊരു കോളിലേക്ക് ഒന്ന് പോയാലോ ഡോക്ടർ? കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. പേരൊന്ന് പറയൂ. പേരൊന്ന് പറയോ ചേട്ടൻ്റെ? യേശുദാസൻ. ചേട്ടാ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
എനിക്ക് ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു, മിനി സ്ട്രോക്ക്. ഓക്കെ. അപ്പൊ ആ 2 കൊല്ലം തൊട്ട് ഇന്ന് വരെയും ലെഫ്റ്റ് സൈഡ് ഷോൾഡറിന് വേദനയാണ്. ലെഫ്റ്റ് ഷോൾഡറിന് വേദനയാണ്. ഓക്കെ. ഷോൾഡറിന് വേദനയാണ്. ഇത് താങ്കൾ ട്രീറ്റ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ്? ട്രീറ്റ്മെന്റ് ഡോക്ടർ പറഞ്ഞ് ആജീവനാന്ത മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. എന്തോ? ആജീവനാന്ത മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ശരി. സ്ട്രോക്കിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ചില മരുന്ന് മുടക്കുമ്പോഴേ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. എല്ലാ ദിവസവും മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇൻസുലിൻ എടുക്കണം രാവിലെയും വൈകിട്ടും. ശരി. അതെടുക്കുന്നുണ്ട് മുടങ്ങാതെ. ഇൻസുലിൻ എടുത്തിട്ട് ആഹാരം കഴിക്കുന്നത്. ശരി. ഈ കൊളസ്ട്രോളിന് റോസോവാസ്റ്റാറ്റിൻ മരുന്ന് രാത്രി ഒരെണ്ണം കഴിക്കും. കൊളസ്ട്രോൾ എത്ര മില്ലിഗ്രാം? അത് 20. ശരി. ആസ്പിരിൻ കഴിക്കുന്നുണ്ടോ? രക്തം നേർപ്പിക്കുന്ന മരുന്ന് കഴിക്കുന്നുണ്ടോ? ശരി. അപ്പോൾ സ്ട്രോക്കിന്റെ ചികിത്സയും സ്ട്രോക്ക് ഒരുതരം ബ്രെയിൻ അറ്റാക്ക് ആണ്. ഹാർട്ടിന് അറ്റാക്ക് വരുന്ന മാതിരി ഒരു അവസ്ഥയാണ് സ്ട്രോക്ക്. എനിക്ക് ഏത് സൈഡിന്റെ ഞരമ്പിനകത്തൊക്കെ വേദന വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. നെഞ്ചിന് ഏത് ഭാഗത്തായിട്ടാണ് വേദന? നെഞ്ചിന് വേദനയുണ്ടോ? നെഞ്ചിനകത്ത് വേദന വന്നിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പോൾ താങ്കളിപ്പോൾ മുമ്പൊരു സ്ട്രോക്ക് വന്നതുകൊണ്ടും താങ്കളിപ്പോൾ ഹൃദയത്തിനും കൂടി ഉതകുന്ന മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. രക്തയോട്ടത്തിൻ്റെ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ റോസുവാസ്റ്റാറ്റിൻ, അതെല്ലാം കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും താങ്കൾ ഒരു ECG ഒക്കെ എടുത്ത് നോക്കി ഒരു ഫിസിഷ്യനെയോ ഒരു കാർഡിയോളജിസ്റ്റിനെയോ താങ്കളൊന്ന് കാണണം. താങ്കളുടെ എല്ലാ വേദനയും ഹൃദ്രോഗമായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും അകാരണമായി തോന്നുന്ന തോൾ വേദന, നെഞ്ചുവേദന ഒക്കെ ഹൃദ്രോഗമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഉണ്ടെങ്കിൽ അതിനും ചികിത്സ എടുക്കേണ്ടി വരും. അതായത് താങ്കൾക്ക് സ്ട്രോക്ക് മുമ്പ് വന്നതുകൊണ്ട് ഒന്ന് ഒരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് താങ്കൾ ഹൃദയവും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായിട്ടൊരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ മുടങ്ങാതെ തുടർച്ചയായി കഴിക്കുക. അതെ. താങ്ക് യു. സന്തോഷം. വിളിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഹൃദ്രോഗം കാരണങ്ങളും പരിഹാര മാർഗവും എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ വിഷയം. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0472931111. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം ഡോക്ടറെ, ഞാൻ സോഫിയ മീനാട്. നമസ്കാരം. ഞാൻ വിളിച്ചത്, എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ലെഫ്റ്റ് ബ്രസ്റ്റിന് ഭയങ്കര വേദനയായിരുന്നു. ശരി. അങ്ങനെ വയനാട് ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ ECG എടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി 301 ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഗുളിക വന്നിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ 280 ആയി. ശരി. പക്ഷെ നെഞ്ചരിച്ചിലും നെഞ്ചുവേദനയും മാറുന്നില്ല. ശരി. താങ്കളുടെ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അതായത് താങ്കൾക്ക് മാറിനാണോ വേദന അതോ ഉള്ളിലാണോ വേദന? മാറിന വേദന. മാറ് സ്വയം പരിശോധിക്കാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും നോക്കാറില്ല. അതായത് നമുക്ക് മാറിനും സ്ത്രീകളല്ലേ, മാറിനും പലതരം ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നെഞ്ചുവേദന വരാം. അതല്ലെങ്കിൽ ഹൃദയം ഇരിക്കുന്നത് നമ്മുടെ പുറകിലത്തെ അതിനും പുറകിലാണ്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾക്ക് ചിലപ്പോൾ ഹൃദ്രോഗമാണോ മാറിൻ്റെ വേദനയോ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഏതായാലും താങ്കൾ 2 കാര്യങ്ങൾ, എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 37. താങ്കൾ ആദ്യം താങ്കളുടെ ഒരു ഫീമെയിൽ സർജനെ കാണിച്ചിട്ട്, ഏതെങ്കിലും സർജറി ഡോക്ടറെ കാണിച്ചിട്ട് മാറിന് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കുക. അതായത് അതിൽ മുഴകൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് പരിശോധിപ്പിക്കുക. 2, മാറിന് കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ കാണുക. ECGയും എക്കോയും ഒന്ന് എടുത്ത് നോക്കുക. താങ്കളുടെ നല്ലത്. കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്. കൊളസ്ട്രോൾ 300 ഉണ്ട്. ഇങ്ങനത്തെ കൊളസ്ട്രോൾ റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ പ്രൊഫൈലായിട്ട് നോക്കണം. അതായത് നല്ല കൊളസ്ട്രോൾ എത്രയുണ്ട്, ചീത്ത കൊളസ്ട്രോൾ എത്രയുണ്ട്, ട്രൈഗ്ലിസറൈഡ് എത്രയുണ്ട്, അങ്ങനെ വേർതിരിച്ച് നമുക്ക് നോക്കണം. എന്നിട്ട് ചീത്ത കൊളസ്ട്രോൾ ക്രമാതീതമായി കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ താങ്കൾ മരുന്ന് കഴിക്കേണ്ടി വരും. വെരി ഗുഡ്. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ചെറിയൊരു ഗുളിക രാത്രി കഴിക്കുന്നുണ്ട്. അത് തുടർന്ന് കഴിക്കുക. ഇപ്പോഴും വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എരിച്ചിലും പിന്നെ ഈ ബാക്ക് പെയിനും ഉണ്ട് എനിക്ക്. ശരി. നെഞ്ചരിച്ചിൽ ഒരു പക്ഷേ ഉദര സംബന്ധമായ ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ ചെറിയ മൈനർ അൾസറിൻ്റെ പ്രശ്നങ്ങളോ പോലെ ഇങ്ങനെ വരാം. അപ്പോൾ കൂടുതൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ ഒന്ന് കാണുക. ഞാൻ ഫിസിഷ്യനെ കാണിച്ചു, ഇന്നലെ ഗൈനക്കോളജിയെ കൊണ്ട് കാണിച്ചു. ഫിസിഷ്യനെ കാണിച്ചിട്ട് വയറെരിച്ചലിനുള്ള പ്രയാസങ്ങൾക്ക് വേണ്ടി മരുന്നുകൾ കഴിക്കുക.
പ്രയാസങ്ങൾ മാറുന്നില്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് ഇക്കാര്യങ്ങൾ ഒന്നുകൂടെ ഡോക്ടർ ബോധിപ്പിക്കും. പറഞ്ഞു സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, ഇത്രയും കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ 37 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. കൊളസ്ട്രോളിൻ്റെ മരുന്ന് റെഗുലറായിട്ട് കഴിക്കുക, പ്രഷർ നന്നായിട്ട് നിയന്ത്രിക്കുക, ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക, അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കുക. പ്രഷറൊന്നും ഇല്ല സാറേ. അപ്പോൾ ഇത് നിയന്ത്രിച്ച് പോയാൽ സ്ട്രോക്ക് വരേണ്ടതില്ല. കൊളസ്ട്രോൾ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയും. ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷേ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുക. കൊളസ്ട്രോൾ കൂടുതലാണ്, അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഇത് ഉദര സംബന്ധമായ പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കുന്ന നമ്പർ 0474293111. നമുക്ക് അടുത്ത കോൾ കൂടെയുണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ നമസ്കാരം. 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 ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിട്ട് വിളിക്കുക, ഒരു ഡൗട്ട് ചോദിക്കാനാണ് ഡോക്ടറെ. പ്ലീസ്. പിന്നെ പുള്ളി 5 വർഷം ഹലോ, 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്തോ ഞാൻ കേട്ടില്ല. പുള്ളിക്കാരി കൂട്ടുകാരിക്ക് എത്ര വയസ്സുണ്ട്? 54 വയസ്സുണ്ട്. ശരി. അപ്പൊ ഒരു ബ്ലോക്ക് സ്റ്റഡ് ഇട്ടതാ, ഒരു ബ്ലോക്ക് ഇനി ഉണ്ട്. അപ്പം ഗുളിയും മരുന്നും എല്ലാം ചെക്കപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി. ഇപ്പം പൈൽസിന്റെ ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വല്ല ദോഷം വല്ലതും ഉണ്ടോ ഡോക്ടറെ? ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഹൃദ്രോഗം നമുക്ക് എന്താ പറയുക, നമുക്ക് വളരെ റിസ്ക്കുള്ള ഒരു രോഗമാണ്. ഹൃദ്രോഗത്തിനുള്ള മരുന്ന് തുടർച്ചയായി കഴിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഹൃദ്രോഗം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലതരം മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തിക്കാം. ഇൻറ്ററാക്ഷൻ എന്ന് പറയും, ഡ്രഗ് ടു ഡ്രഗ് ഇൻറ്ററാക്ഷൻ. അതായത് ഈ മരുന്നുകൾ പല മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് MBBS ഡോക്ടറും MD ഡോക്ടറും എല്ലാവരും വരുന്നത്. നമ്മൾ പലപ്പോഴും ആയുർവേദ മരുന്നുമായിട്ട് ഇതുമായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇത് പരസ്പരം എങ്ങനെ പ്രതിപ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയുണ്ടാവില്ല. ആയുർവേദ ഡോക്ടർക്കും അറിയുണ്ടാവില്ല അവരുടെ മരുന്ന് ഈ മരുന്നുമായിട്ട് എങ്ങനെ പ്രതിപ്രവർത്തിക്കുമെന്ന്. പലപ്പോഴും തഴുതാമ കഷായമെല്ലാം കുടിച്ചിട്ട് ഞങ്ങളുടെ മെഡിസിൻ്റെ കൂടെ കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മരുന്നുകളുടെ പ്രവർത്തനം കുറയും. ഈ സ്റ്റെൻ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ രക്തയോട്ടത്തിൻ്റെ മരുന്നിൻ്റെ പ്രവർത്തനമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെൻറ്റിനകത്ത് രക്തം കൊടുക്കാനും വീണ്ടും ഹൃദ്രോഗം അമിതമായിട്ട് പ്രശ്നങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും മോഡേൺ മെഡിസിൻ കഴിക്കുന്നവർ വേറെ ആയുർവേദം, ഹോമിയോ, യുനാനി ഇത് ഒരുമിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വെച്ചാൽ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ജീവൻ തന്നെ ബാക്കി ഉണ്ടാവില്ല. പൈൽസിൻ്റെ പ്രശ്നവും മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ കാണിച്ചിട്ട് ഈ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടാണോ ഈ പ്രയാസം എന്ന് അന്വേഷിക്കുക. പക്ഷേ ഒരു റെക്കമെൻഡേഷനും ആരുടെ ഭാഗത്തുനിന്ന് ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ സ്വയം ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ ഭവിഷ്യത്ത് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് കഴിയുന്നതും ആയുർവേദിക് പ്രിപ്പറേഷൻസും മോഡേൺ മെഡിസിനും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോളിലേക്ക് പോകാം. ഹലോ 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 നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ. നമസ്കാരം. എനിക്ക് 2021 നവംബറിൽ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നായിരുന്നു. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് കൊണ്ടു ചെന്നപ്പോൾ ഹാർട്ടിനും പ്രശ്നമാണെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ആൻജിയോഗ്രാം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. സ്ട്രോക്ക് വന്ന സമയത്തെ ചെയ്തോ? സ്ട്രോക്ക് വന്ന സമയത്തെ ആൻജിയോഗ്രാം ചെയ്തോ അതോ അത് കഴിഞ്ഞിട്ട്? അന്ന് തന്നെ സ്ട്രോക്ക് വന്ന സമയത്ത് തന്നെ ചെയ്ത്. ഓക്കെ. അന്ന് മുതൽ മരുന്ന് കഴിക്കുന്ന ടെസ്റ്റിനും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. മാഡം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഹാർട്ടിന്റെ ആൻജിയോഗ്രാം ആണോ ചെയ്തത് അതോ തലച്ചോറിന്റെ ആൻജിയോഗ്രാം ആണോ ചെയ്തത്? ഹാർട്ടിന്റെ. ശരി, പറഞ്ഞോളൂ. ഇപ്പം സ്ട്രോക്ക് വന്ന അന്ന് മുതൽ ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുറവുണ്ട്, ഒരുപാട് കുറവുണ്ട്. ഏതൊക്കെ ഗുളികയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റും, പറഞ്ഞോളൂ. ടെൽമ കഴിക്കുന്നുണ്ട്, ഫൈൻ. ആസ്പിരിൻ കഴിക്കുന്നുണ്ട്, ശരി. കോപ്ലറ്റ് കഴിക്കുന്നുണ്ട്, ശരി. ആക്ടോവാസ്റ്റാറ്റിൻ, ശരി. എത്ര? 10, 20, 40 എത്രയാ കഴിക്കുന്നത് ഇപ്പോ? 40 ആയിരുന്നത് ഇപ്പൊ 20. ശരി. പിന്നെ പ്രത്യേകിച്ച് ഈ കൊല്ലത്ത് കഴിഞ്ഞ മാസം ഒരു ബ്ലഡ് കുറഞ്ഞൊരു ആയിട്ട് കൊണ്ടുപോയായിരുന്നു. അതിന് വേറെ 2-3 ഗുളികകൾ തന്നു. രക്തം എത്ര കുറഞ്ഞു? രക്തം എത്ര കുറഞ്ഞു? ഒരുപാട് കുറഞ്ഞു. ഹീമോഗ്ലോബിൻ എത്രയും 4 ആയോ? ശരി. ബ്ലഡ് കുത്തി വെച്ചായിരുന്നു. പിന്നെ ശരി. അങ്ങനെ ഇപ്പൊ ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചോണ്ടിരിക്കണ്ടേ? കഴിക്കണം. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ രക്തക്കുറവ് വന്നല്ലോ. നമ്മൾ രക്തം നേർപ്പിക്കുന്ന മരുന്നുകളാണ് തരുന്നത്. അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട മരുന്ന്. ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. ശരി തന്നെ.
പക്ഷേ ചിലർക്കെങ്കിലും ആമാശയത്തിൽ ചെറിയ അൾസർ വന്നിട്ട് അതിലൂടെ ബ്ലീഡിങ്ങോ അല്ല അത് നോക്കിയായിരുന്നു കുഴൽ കടത്തി മെഡിട്രീനയില് സേനാധിപൻ ബൈജു സേനാധിപൻ സാർ നോക്കിയിട്ടുണ്ട്. ശരി ശരി എൻഡോസ്കോപ്പി ചെയ്തായിരുന്നു. ശരി, എന്ത് പറഞ്ഞു അദ്ദേഹം? ഒന്നും പ്രത്യേകിച്ച് അസുഖമായിട്ടൊന്നും ഇല്ല. ബയോപ്സി ഒക്കെ ചെയ്ത് നോക്കി. ശരി, നല്ലത്. മരുന്ന് തന്നായിരുന്നു. ശരി. അപ്പോൾ ഇത് സ്ട്രോക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ആജീവനാന്തം ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് നമുക്ക് തൽക്കാലം തുടരുക തന്നെ വേണം. കുറച്ച് കാലം ഇല്ലെങ്കിൽ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ആജീവനാന്തം മരുന്നുകൾ കഴിക്കണമെന്നുള്ളതാണ് സത്യം. നമ്മളത് ഇടക്കാലത്ത് വീണ്ടും രക്തം കുറയുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. മാസം തോറും ഒന്ന് ഹീമോഗ്ലോബിനൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കുറയുന്ന ടെൻഡൻസി കാണുവാണെങ്കിൽ നമുക്ക് അയൺ സപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ രക്തം അയൺ ഗുളികകൾ കഴിച്ചിരുന്നോ? കഴിക്കുന്നത് തുടർച്ചയായിട്ട് കഴിക്കുക. വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, ഇതെല്ലാം കഴിക്കുക. ശുഷ്കാന്തിയോടുകൂടി നോക്കുക. അല്ലാതെ പലപ്പോഴും നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മരുന്ന് എന്തായാലും വേണം. സ്ട്രോക്ക് ഇനിയും വരാതിരിക്കാനായിട്ട് മരുന്നുകൾ തുടർന്നേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ രക്തവും കുറയുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ലൈഫ് ടൈം ഫിസിഷ്യനെയോ അടുത്തുള്ള ഫിസിഷ്യനെയോ ഇടക്കാലത്ത് ന്യൂറോളജിസ്റ്റിനെയൊക്കെ കാണിച്ചിരിക്കുക കേട്ടോ. താങ്ക് യു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കാൻ നമ്പർ 0474293111 0474293111. ഹൃദ്രോഗവും കാരണങ്ങളും പരിഹാര മാർഗവും എന്നുള്ളതാണ് വിഷയം. നമുക്ക് അടുത്തൊരു കോൾ കൂടിയിട്ട് ഡോക്ടർ നോക്കാം. ഹലോ ഹലോ നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ എനിക്ക് അതായത് 2021 ചെറുതായിട്ടൊരു സ്ട്രോക്ക് വന്നായിരുന്നു. എവിടെ കേട്ടില്ല മാഡം, എവിടെ സ്ട്രോക്ക് വന്നായിരുന്നു? കണ്ണിനായിരുന്നു. കണ്ണിന് സ്ട്രോക്ക്. ശരി, പറഞ്ഞു. കണ്ണില് അപ്പൊ കണ്ണിന്റെ കാഴ്ച ഫുള്ളായിട്ട് അങ്ങ് പോയി. പോയിട്ട് എനിക്ക് ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. ഞാൻ ഇങ്ങനെ തടവി മസാജ് ചെയ്ത് എനിക്ക് തിരിച്ചു വന്നു. അപ്പോഴത്തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ പറഞ്ഞു അത് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ഡോക്ടർ എനിക്ക് SLE എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പൊ ഞാൻ അതിന് വാർഫൈൻ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് ഡോക്ടറെ കണ്ടിന്യൂസ് ഞാൻ മരണം വരെയും കഴിക്കണോ? അതായത് SLEയില് സിസ്റ്റമിക് ലൂപ്പസ് എർത്തിമെറ്റോസിസ് എന്നാണ് പറയുക. SLEയുടെ ഫുൾ ഫോം. അത് ചില ആൾക്കാർക്ക് പല അവയവങ്ങളെ അത് ബാധിക്കാറുണ്ട്. തലച്ചോറ്, കണ്ണ്, അത് രക്തം കട്ട കുത്താനുള്ള റിസ്ക്കും ഇങ്ങനത്തെ SLEയിൽ ആൻറ്റി ഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം എന്നൊരവസ്ഥയുണ്ട്. APLA. അതിൽ രക്തം കട്ട കുത്താനുള്ള റിസ്ക്. അപ്പോൾ അങ്ങനെ രക്തം കട്ട കുത്തിയിട്ട് കണ്ണിൽ പോയിട്ടാവണം ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ തലച്ചോറിൽ പോയിട്ടോ ഈ പ്രയാസം വരാം. അപ്പോൾ അത് ഇനിയും ഉണ്ടാവാതിരിക്കാനാണ് വാർഫറിൻ പോലെയുള്ള മരുന്നുകൾ തരുന്നത്. താങ്കൾ പ്രോത്രോംബിൻ ടൈം PT INR ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? INR ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രക്കകത്ത് നിർത്തണമെന്നാണ് പറഞ്ഞത്? 2:30ക്കും 3:00നും അകത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ. ഇപ്പൊ രക്തം നേർത്തിരിക്കാനാണ് ആ മരുന്ന് തരുന്നത്. ഇപ്പൊ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് നോവാക്സ്, ന്യൂവർ ഓറൽ ആന്റികോയാഗുലൻസ്, അല്ലെങ്കിൽ നോവൽ ഓറൽ ആന്റികോയാഗുലൻസ് പറഞ്ഞ പുതിയ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ താങ്കളുടെ ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിക്കുക. ഈ വാർഫറിന് പകരം വേറെ ഗുളികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ തുടർന്നിങ്ങനെ അതായാലും കഴിച്ചുകൊണ്ടിരിക്കണോ അതോ നിർത്താൻ പറ്റുമോ? അതെ, അത് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, പൊതുവെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനിതകമായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ രക്തം കട്ട കുത്തിയതെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വന്നേക്കാം. എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ആണ്, അതായത് എന്തെങ്കിലും കാരണത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമുക്കൊരു പക്ഷേ കുറച്ച് കാലം കഴിക്കേണ്ടി വരുള്ളൂ. പക്ഷേ എന്തായാലും കൂടുതൽ അറിയണമെങ്കിൽ താങ്കൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലേ താങ്കളുടെ ബാക്കി കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. ഫോണിലൂടെ നമുക്ക് ഒരു മുഴുവൻ തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. കേട്ടിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണുന്നുണ്ട്, ചാത്തന്നൂർ വിഷാദ് ഡോക്ടർ, റുമറ്റോളജി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചാൽ കുറച്ച് ഐഡിയ കിട്ടും. കാർഡിയോളജിസ്റ്റിനെ കാണിക്കാം. അവർക്ക് കൂട്ടായൊരു തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിക്കണമോ അല്ലെങ്കിൽ പകരം ഗുളികകൾ ചേർക്കണമോ, അതൊന്ന് എത്രയെങ്കിലും കാലം കഴിഞ്ഞ് നിർത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ശേഷം മാത്രമേ ഒരു ഫേം ഉത്തരം പറയാൻ പറ്റുള്ളൂ, ഒരു ഉറപ്പായൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ.
ശരി. അതായത് ഇപ്പം തുടരുക, വാർഫറിൻ തുടരുക. അടുത്ത തവണ വരുമ്പോൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഫർദർ ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. ഹൃദ്രോഗവും കാരണങ്ങളും പരിഹാരമാർഗവും എന്നതാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയുടെ വിഷയം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രേമാഷാണ്. ഡോക്ടർ, നമുക്ക് വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം. പേര് പറഞ്ഞ് സംസാരിച്ചോളൂ ഡോക്ടറിനോട്. എന്റെ പേര് ലത്തീഫ. നൈസ് മീറ്റിംഗ് യു. എനിക്ക് 62 വയസ്സായി. ശരി. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ഒരു 3-4 മാസത്തിനകം വെച്ച് എന്റെ ഈ ഇടത് നെഞ്ചിനകത്ത് ഒരുമാതിരി കുത്തുള്ള ഒരു വേദന പോലെ. ശരി. അപ്പൊ ഞാൻ അടുത്തൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പം ഈ ECG എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, കൊല്ലത്ത് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു, കൊല്ലത്ത് ആശുപത്രിയിൽ. ശരി. അവിടെ കൊണ്ടുവന്ന് കാണിച്ച് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് അവിടെ തന്നെ വീണ്ടും ECG ഒക്കെ എടുത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടർ. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഇരിക്കുമ്പം ചെറുതായിട്ട് ഇപ്പൊ കുറച്ച് ഒരു 2 ആഴ്ച വരെ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ഇങ്ങനെ ഒരു ചെറിയ ഒരു കുത്തലും വേദനയുണ്ട്. പക്ഷെ അത് ഇച്ചിരി കഴിയുമ്പോ അതങ്ങ് മാറും. അത് വയസ്സുണ്ട്? എനിക്ക് 62 വയസ്സ്. സൂചി വെച്ച് കുത്തുന്ന മാതിരിയുള്ള കണക്കത്തുള്ള വേദന. അത് എങ്ങോട്ടെങ്കിലും വ്യാപിക്കുന്നുണ്ടോ? ഈ വേദന എങ്ങോട്ടെങ്കിലും വ്യാപിക്കുന്നു? അത് നമ്മളെ ഇടതിൽ വന്നിട്ട് പെട്ടെന്ന് നമ്മളെ ഈ വലതിലോട്ട് വരും. ശരി. വല്ലാണ്ട് വേർക്കുകയോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ. അങ്ങനെയൊന്നും നെഞ്ചിന് ഭാരം പോലെയൊന്നും തോന്നില്ല. നെഞ്ചിന് ഭാരം പോലെയൊന്നും തോന്നില്ല. പറഞ്ഞു കേട്ടിട്ട് നിങ്ങളുടെ ഹൃദ്രോഗത്തിന് കാരണമായ വേദനയായിട്ട് തോന്നുന്നില്ല. പലപ്പോഴും സൂചിക്ക് കുത്തുന്ന മാതിരി വേദന പൊതുവേ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമല്ല. പൊതുവേ വേറെ എന്തെങ്കിലും അവയവങ്ങൾക്കും നമുക്ക് ഹൃദയം മാത്രമല്ല നെഞ്ചിലിരിക്കുന്നത്. അപ്പോൾ വേറെ അവയവങ്ങളുണ്ട്, എല്ലുണ്ട്, മസിലുണ്ട്. അപ്പോൾ ഇത് മെയിൻലി ഒരു പറഞ്ഞു കേട്ടിട്ട് ഹൃദയത്തിൽ നിന്ന് അകന്ന് വേറെ എന്തെങ്കിലും സൊമാറ്റിക് പെയിൻ, മസിലിനോ എല്ലിനോ ഉള്ള ചെറിയ അല്ലെങ്കിൽ ഞരമ്പിനോ ഉള്ള ചെറിയ വേദനയായിട്ടാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ കൊല്ലത്ത് പോയി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്നല്ലേ പറഞ്ഞത്? സമാധാനിക്കാം. മെയിൻലി ഒരു ശ്രദ്ധിക്കണം. ഇനി ഒരിക്കൽ അസുഖം ഇല്ലാന്ന് പറഞ്ഞ് ഇനി വരില്ല എന്നല്ല, വരാതിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഏതായാലും കുത്തിയുള്ള വേദന, സൂചിക്കുന്ന വേദന പൊതുവേ ഹൃദ്രോഗത്തിന് കാരണമായിട്ട് കാണാറില്ല. നെഞ്ചടച്ചൊരു ഭാരം പോലെയോ അല്ലെങ്കിൽ നമുക്ക് വിവരിക്കാനാവാത്ത ഒരു അസ്വസ്ഥതയായിരിക്കും ഹൃദ്രോഗം വരുമ്പോൾ ഉണ്ടാവുക. ഈ സൂചിക്ക് കുത്തുന്ന മാതിരി വേദന പൊതുവേ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും കൂടുതൽ അലട്ടുന്നുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ വീണ്ടും കാണാൻ മടിക്കണ്ട. താങ്ക് യു. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474291111. നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ഒരു 6-7 വർഷത്തിന് മുമ്പ് ഗൾഫിൽ വെച്ച് സ്ട്രോക്ക് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ 1 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും സ്ട്രോക്ക് വന്നു. അങ്ങനെ ഞാൻ എന്നെ നാട്ടിൽ കയറ്റി വിട്ട് ഞാൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് വീണ്ടും 3 പ്രാവശ്യം എനിക്ക് സ്ട്രോക്ക് വന്നു. ശരി. ഇനി സ്ട്രോക്ക് വരാനുള്ള ഉണ്ടാവുമോ? സാർ എന്നിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചോ ഈ ബുദ്ധിമുട്ടുകൾ? സാർ മറ്റേ കൊല്ലത്ത് ഉള്ള ഡോക്ടറാണ് നോക്കുന്നത്. ഞരമ്പിന്റെ രോഗവിദഗ്ധനെ കാണിച്ചായിരുന്നോ? ആ ഡോക്ടർ എന്നെ സംസാരിച്ചിരം ഗുളിയെ കഴിച്ചന്ന് ഗുളിയെ കഴിക്കുന്നുണ്ട്. ഞാൻ ആസ്പ്രിനും കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു ആസ്പിരിൻ കഴിക്കുന്നുണ്ട്. പിന്നെ കേട്ടില്ല. വേറെ ഒരെണ്ണുള്ളതെന്ന് പറഞ്ഞാല് ക്ലോപ്പിലെറ്റാണോ? എന്തോ മനസ്സിലായില്ല. ആ ഗുളികയുടെ കുഴപ്പമില്ല. ബാക്കി മരുന്നുകൾ പറയാമോ? ആസ്പിരിനും ഉണ്ട്. ശരി. കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ? കൊളസ്ട്രോളും ഗുളിക നമ്മള് വയനാട് ആശുപത്രിയിൽ തന്നെ ഗുളിക കഴിക്കുന്നു. എത്ര മില്ലിഗ്രാം കഴിക്കുന്നുണ്ട്? അത് 20 എണ്ണം. ശരി. 20 mg. ശരി. അപ്പോ രക്തോട്ടത്തിന്റെ മരുന്ന് കഴിക്കുന്നു താങ്കൾക്ക്. അപ്പൊ ഇങ്ങനെ ശരി. 3 പ്രാവശ്യം സ്ട്രോക്ക് വന്നെങ്കിൽ താങ്കളെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് അടിക്കടി സ്ട്രോക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണം നമ്മുടെ കരോട്ടിഡ് ഡോപ്ലർ, കഴുത്തിന്റെ ഞരമ്പിന്റെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിരുന്നോ? കഴുത്തിന്റെ ഞരമ്പിന്റെ കരോട്ടിഡ് ഡോപ്ലർ ചെയ്യുക. MR ആൻജിയോഗ്രാം, തലച്ചോറിന്റെ രക്തക്കൊഴലുകളുടെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയായിരുന്നോ? MR ആൻജിയോയും ചെയ്തു. ശരി. ഹൃദയത്തിൽ ശരി.
പക്ഷെ ഇപ്പൊ 150 ഉള്ളൂ. ശരി, കുറഞ്ഞിരിക്കണം. കൊളസ്ട്രോൾ 140 താഴെ നിൽക്കണം. 150 അല്ല, 140 താഴെ നിൽക്കണം. മാത്രമല്ല ഹൃദയത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അതായത് ഹൃദയത്തിന്റെ വാൽവുകളുടെ തകരാർ. എന്തോ അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതിനൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ശരി, അതെ, ഹൃദയത്തിന് അസുഖമുണ്ടോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രശ്നങ്ങൾ. ശരി, ഏതായാലും ഒരു സ്റ്റോക്ക് വന്നതാ മൊത്തത്തിൽ. ഫോർമൽ ഇവാലുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്നാലും വേറെ ചില അസുഖങ്ങളുണ്ട്. PFO എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതായത് കാലും ഞരമ്പിലൊക്കെ ചെറിയ രക്തക്കെട്ട് പോയിട്ട് തലച്ചോറിൽ പോകുന്ന അസുഖം. ഏതായാലും അടിക്കടി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെയും കണ്ട് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. താങ്കൾ അതിന് ഭാഗികമായിട്ടെങ്കിലും അല്ലെങ്കിൽ മുഴുവനായിട്ടും ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ എല്ലാ മാസത്തിലും ഓരോ പ്രാവശ്യം അവിടെ ചെക്കിങ്ങിന് പോകുന്നുണ്ട്. മരുന്നുകൾ തുടരുക. മരുന്നുകൾ തുടരുക. മരുന്നുകൾ ഒരു കാരണവശാലും നിർത്തരുത്. കൊളസ്ട്രോൾ നന്നായിട്ട് നിയന്ത്രിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് എനിക്ക് അടിക്കടി സ്ട്രോക്ക് വന്നതാണ്, 3 തവണ വന്നതാണ്, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഒന്നും കൂടി ഒന്ന് ബലപ്പിക്കാനായിട്ട് ഒന്നുകൂടെ നോക്കുന്നത് നന്നായിരിക്കും. മരുന്നുകൾ നിർത്തരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഹൃദയത്തിന് വേറെയും പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രോക്ക് അടിക്കടി വരാം. അപ്പോൾ ഹൃദയം ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്തതും തെറ്റില്ല. ന്യൂറോളജിസ്റ്റ് എല്ലാം നോക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലയുടെ ആൻജിയോഗ്രാം വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫെയർ ഇനഫ്, മതി. അതിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ കൂടെ ഉണ്ടോ ഒന്നും കൂടി നോക്കുന്നത് കൊണ്ട് തെറ്റില്ല. കോളുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറുമായിട്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. 2021 എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്തായിരുന്നു. ഓക്കെ. 3 സ്റ്റെന്റ് ഇട്ടായിരുന്നു. 3 സ്റ്റെന്റ് ഇട്ടു. 3 സ്റ്റെന്റ്. അവിടുത്തെ രാധാകൃഷ്ണൻ ഡോക്ടർ. ശരി. അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ആസാമത്തെ ESIയിലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർക്ക്. ശരി. അതേ മെഡിസിൻ തന്നെ എനിക്കിപ്പോ ESI തന്നോണ്ടിരിക്കുന്നത്. ശരി. തിരുവനന്തപുരത്ത് നിന്ന് തന്ന മെഡിസിൻ തന്നെ. 21 ചെയ്തത് അല്ലേ? 21 ശരി. 2021. ശരി. അത് തന്നെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, തുടക്കത്തിൽ തന്ന മെഡിസിൻ ഏതൊക്കെയെന്ന് പറയാമോ ഒന്ന്? 21 തന്ന മെഡിസിൻ തന്നെയാണോ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ഇപ്പോഴും കഴിക്കുന്നത്. എന്നാൽ അതൊന്ന് പറയാമോ? പറയാൻ ഞാനിപ്പോ വീട്ടിലല്ല. കുഴപ്പമില്ല. ശരി. പലപ്പോഴും നമുക്ക് തുടങ്ങുന്ന മെഡിസിൻസ് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരും. ചില മെഡിസിൻസ് എസ്പെഷ്യലി സംശയം ചോദിക്കാനാണ്. ചോദിച്ചോളൂ. നമ്മൾ ഈ ബ്ലഡ് കട്ട് ചെയ്യാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ ഹാർട്ടിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ പ്രഷറിന്റെ ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളിക തന്നിട്ടുണ്ട്, പിന്നെ നെഞ്ചരിച്ചിലിന്റെ ഗുളികയും തന്നിട്ടുണ്ട്. ശരി. ഇത് നെഞ്ചരിച്ചിലിന്റെയും പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം. കാരണം ഇത് രണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താങ്കളുടെ ഡയബറ്റീസ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഷുഗർ എങ്ങനെ കൺട്രോൾഡ് ആണോ? ഷുഗർ എല്ലാം കൺട്രോളാണ്. HbA1c എത്രയുണ്ട്? HbA1c എത്രയുണ്ട് ഷുഗറിന്റെ? HbA1 3 മാസം കൂടുമ്പോൾ ഉള്ള ഷുഗർക്ക് നിയന്ത്രണം എത്രയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഡയബറ്റിസ് ഉള്ള ആള് ഒരു ഫാസ്റ്റിംഗ് ഷുഗർ നോർമലായി എന്ന് പറഞ്ഞ് നമ്മൾ നോർമലെന്ന് കണക്കാക്കില്ല. താങ്കൾ 3 മാസം കൂടുമ്പോൾ നമുക്ക് ഷുഗർ എത്ര കൺട്രോൾ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ഉപാധിയാണ് HbA1c. ആ നമ്പർ താങ്കൾ അറിയണം. ഐഡിയലി താങ്കൾക്ക് വേണ്ട HbA1c 6ന് താഴെയെങ്കിലും പിടിക്കണം. 6ന് താഴെ വന്നാൽ വളരെ നല്ലത്. എന്നാൽ മാത്രമേ ഞങ്ങളത് ഡയബറ്റിസ് കൺട്രോൾ ആണെന്ന് പറയുള്ളൂ. അല്ലാതെ ഷുഗർ ഉള്ളവർക്ക് ഹൃദ്രോഗം മുന്നോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. സ്റ്റെൻ്റൊക്കെ ഇട്ടവര് ഇല്ല, മരുന്ന് തുടർന്നേ മതിയാകൂ. ഷുഗർ നിയന്ത്രണം വേണം. രക്തയോട്ടത്തിൻ്റെ മരുന്ന് ആസ്പിരിൻ ജീവിതകാലം മുഴുവനും കഴിക്കണം. കൊളസ്ട്രോൾ കഴിച്ചുകൊണ്ടിരിക്കണം, കഴിച്ചേ മതിയാകൂ. ചികിത്സ അതല്ലാതെ വേറൊന്നും ഇല്ല. കൊളസ്ട്രോളിൻ്റെ മരുന്നും നിർത്താതെ കഴിക്കുക. കൊളസ്ട്രോൾ ലെവൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മരുന്ന് കഴിക്കണോ വേണ്ടി അത് നമുക്ക് അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നുമില്ല. ഇല്ല, അത് പൊതുവെ ആസ്പിരിൻ ഗുളിക തരുന്നത് കൊണ്ട് വയറിൽ അൾസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് തരുന്ന മെഡിസിനാണ്. താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ വയറിച്ചിലെ മരുന്ന് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണമെന്നാണ് പൊതുവെ. അത് വേണമെങ്കിൽ നിർത്തി നോക്കാം. പക്ഷേ ഒരു മുൻകരുതൽ, വയറിൽ അൾസർ വരാതിരിക്കാനോ പുണ്ണ് വരാതിരിക്കാനോ മിക്ക കാർഡിയോളജിസ്റ്റും
എഴുതുന്ന ഒരു മെഡിസിനാണ്. ആസ്പിരിൻ കഴിക്കുമല്ലേ, അതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നിങ്ങൾക്കതുകൊണ്ട് ആസ്പിരിൻ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഷുഗറിൻ്റെ മെഡിസിനും ഷുഗർ നിയന്ത്രണം വേണം, തുടരണം. ആസ്പിരിൻ തുടരണം. പിന്നെ രക്തനിർപ്പിക്കുന്ന വേറെ ഏതെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ കുറിപ്പിനനുസരിച്ച് കഴിക്കുക. ഒന്നും സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. പലപ്പോഴും 3 സ്റ്റെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രയാസങ്ങൾ വരും. സ്റ്റെൻറ്റുകൾ നന്നായിട്ട് തുറന്നിരിക്കണമെങ്കിൽ മരുന്നുകൾ നന്നായിട്ട് കഴിക്കണം. ഷുഗർ നിയന്ത്രണം വേണം. ഉപേക്ഷ വിചാരിക്കരുത് ഒന്നിനും. താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഹൃദ്രോഗവും കാരണങ്ങളും പരിഹാര മാർഗവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം. വിളിക്കുന്ന നമ്പർ 0474-293-1111. നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാം. ഹലോ ഹലോ. അമ്മ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേക്കണേ. ആ, കുറച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ അമ്മ സംസാരിച്ചോളൂ ഡോക്ടറിനോട്. ശരി. അമ്മ റേഡിയോയുടെ ശബ്ദം വളരെ കൂടുതലായോണ്ട് ഡോക്ടറിന് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അമ്മ അവിടെ നിൽക്കുന്നിടത്തുനിന്ന് അല്പം മാറി നിന്നാ മതി. ദൂരെ മാറിയിരിക്കണോ? ആ, മാറിയുന്നോ. ഹലോ പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ കാലിന് ഞാൻ കട്ടിലേന്നൊന്നും താഴെ വീണായിരുന്നു. ഓക്കെ, എന്നാണ് വീണത് മാഡം? ഈ കാല് എന്നാ വീണത്? വീണിട്ട് ഒരു 8-10 ദിവസമായി. 10 ദിവസം. പിന്നെ നമ്മുടെ അടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ പോയി. ശരി. അത് നമുക്ക് ഒരു ബന്ധുവാ. ശരി. വേറെ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ എക്സ്റേ എടുത്തായിരുന്നു, പൊട്ടലും ഇല്ലൊന്നും ഇല്ല. നീര് മാറുന്നില്ല, വേദനയും. പിന്നെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ട്. കാലിന് ഏത് ഭാഗത്താണ് നീരുള്ളത്? നീരുള്ളത് ഏത് ഭാഗത്താണ്? ഈ ഇടത്തെ കാലിന് മുട്ട് മുതൽ കീപ്പോട്ട് അത് ഞരമ്പൊക്കെ ഇങ്ങനെ പിടച്ച് എപ്പോഴും മസിൽ പിടിക്കും. ഒരുപാട് പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്യും, മറിഞ്ഞ് വീഴും. അറിയത്തില്ല, വീണ് കിടക്കുമ്പോഴാണ് അറിയുന്നത് വീണെന്ന്. മുറ്റമൊക്കെ തൂക്കുകയൊക്കെ ചെയ്യാറില്ല, ഇപ്പൊ തൂക്കത്തില്ല. അത് കാരണം അമ്മ ബോധം കെട്ട് വീഴുന്നതാണോ അതോ അല്ലാതെ വീഴുന്നതാണോ? അല്ലാതെ അങ്ങ് വീഴും. ബോധം മറിഞ്ഞിട്ടാണോ വീഴുന്നത്? അതെ, നമ്മള് കണ്ണിലിട്ട് ബോധക്കേടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ അങ്ങ് വീഴുക. ഓക്കെ. വടിയൊക്കെ പിടിച്ചോണ്ടൊക്കെ ഇറങ്ങുന്നത് ഇങ്ങനെ വീണ് പോകുന്നു. അത് വീഴുന്നത് നമുക്ക് ബാലൻസ് കിട്ടാതെയാണോ വീഴുന്നത്? ആണ്. ഓക്കെ. ഇപ്പൊ കാലിന് നീരുണ്ടോ ഇപ്പൊ ക്രമാതീതമായിട്ട്? കാലിന് നീരുണ്ട്, കുറച്ച് കുറവുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോഴ അന്ന് പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. 12 വർഷമായി മരിച്ചിട്ട്. അന്നേരം മുട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അതിന്റെ വീട്ടിന്റെ പിന്നെ മാറ്റിയൊക്കെ വെച്ചിട്ട് എന്നേക്കായി കഷ്ടമാണ്, അതിന് നടക്കാനും ഒന്നും വയ്ക്കും. അതുകൊണ്ട് വേണ്ടാന്ന്. ഓക്കെ. ഇപ്പോ കാലിന് നീരാണ് പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ? നീരുകൊണ്ട് വേദനയുണ്ട്, നടക്കാനും ഒന്നും വയ്യ. മാഡം, രണ്ടുണ്ട് കാര്യം. അതായത് 71 വയസ്സുണ്ട്. ഇപ്പോ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഇപ്പൊ അമ്മ വീണതിൽ രണ്ട് കാലിനും വേദനയുണ്ട്. പക്ഷെ വലത്തെ കാലിൽ ഒരു പ്രാവശ്യം മുറ്റത്ത് വീണ് പിന്നെ പൊട്ടലുണ്ടായിരുന്നു. അത് പിന്നെ ബെൻസിയറി അനീസ്റ്ററിയൻ ഡോക്ടറായിരുന്നു. ശരി. ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് 3-4 ദിവസം. ഡോക്ടറെ, അപ്പൊ ചെയ്യേണ്ടത് എന്താ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് മുട്ടിന് പൊട്ടലൊന്നും ഇല്ലെങ്കിലും മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾക്ക് അല്ലെങ്കിൽ ലിഗമെന്റ്സിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. പിന്നെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട് ഡോക്ടറെ, വേദന. അപ്പോൾ ഐഡിയലി ശരിക്കും പറഞ്ഞാൽ മാഡം നല്ലൊരു ഓർത്തോപീഡീഷ്യൻ, എല്ല് രോഗ വിദഗ്ധനെ ഒന്ന് കാണിക്കണം. എല്ല് രോഗ വിദഗ്ധനെ കാണിച്ചിട്ട് പൊട്ടലില്ല, സന്തോഷം. പക്ഷേ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ, അതായത് ഈ ജോയിൻ്റ് സന്ധികൾക്ക് ചുറ്റുമുള്ള മസിലുകൾക്ക് അല്ലെങ്കിൽ ലിഗമെൻറ്റിനൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ടോ, അതുപോലെ തന്നെ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലിന് രക്തം കട്ട കുത്തിയിട്ടുണ്ടോ, ഇമാതിരി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ കാലിലുള്ള വേദന ഇങ്ങനെ സഹിച്ച് നിൽക്കണ്ട, കഴിയുന്നതും ഒരു ഓർത്തോപീഡിഷ്യനെ കാണിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ല, ബുദ്ധിമുട്ട് കൂടുകയാണെങ്കിൽ ഒട്ടും താമസിക്കാതെ ബെൻസികൾ തന്നെ വന്ന് കാണിക്കുക. ബെൻസിഗർ ആശുപത്രി തന്നെ വന്ന് കാണിക്കുക കേട്ടോ. എവിടാ ഡോക്ടറെ? ബെൻസിഗർ ആശുപത്രി മുമ്പ് വന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ഒന്ന് കാണിക്കൂ. കാലിന് നീര് മാറുന്നില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ കൂടാം. അതുകൊണ്ട് വേറെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉറപ്പിക്കാനായിട്ട് ആശുപത്രി തന്നെ വന്നൊന്ന് കാണിക്കുക.
നമുക്ക് മുഴുവനുമായിട്ട് ഫോണിൽ കൂടെ നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ അസുഖം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഗുരുതരമായ അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പിക്കാനായിട്ട് ആശുപത്രി തന്നെ ഒന്നുകൂടെ വന്നൊന്ന് കാണിക്കുക. ബെൻസികൾ നിങ്ങൾ ഡോക്ടർ അനിൽ തന്നെ കാണിക്കുക. താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. അമ്മ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ എത്തുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ 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 നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടറായിട്ട്. ഹലോ 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 ഡോക്ടർ, ഇത് ഉഷാകുമാരി, 67 വയസ്സുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് 2023 ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ബൈപ്പാസ് ചെയ്തു. ഓക്കെ, ഇത്രയില്. ശരി. അപ്പൊ 2 കാലിൽ നിന്ന് ഞരമ്പെടുത്തു ശരി ചെയ്തു. എക്കോസ്പിരിന് അസ്റ്റർ 10 ഗ്രാം, ലോസർ 50 ഗ്രാം, അമിലോ കഴിക്കുന്നു. ശരി. ഇത്തിരി നേരം എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് ഇടതേ മുതുക് അങ്ങ് ഭയങ്കര പുളപ്പും വേദന, ഇരിക്കാൻ പറ്റത്തില്ല. ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല. പിന്നെ ഈ ഇത്തിരി നേരം നിൽക്കുമ്പോ കണങ്കാല് 2 നീര് കയറി അങ്ങ് നടക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ്. ശരി. ബൈപ്പാസ് 23-ലല്ലേ കഴിഞ്ഞ 2023 അല്ലേ? എത്ര ഗ്രാഫ്റ്റ് വെച്ചിരുന്നു? എത്ര ഗ്രാഫ്റ്റ് ഉണ്ടെന്ന് അറിയാം? 6 ബ്ലോക്കായിരുന്നു. 6 ബ്ലോക്കായിരുന്നു. ശരി, 2-3 ഗ്രാഫ്റ്റ് ഉണ്ടാവും. ശരി. കാലിന്ന് ഞരമ്പെടുത്ത കാലിന്ന് ചെറിയ നീര് സാധാരണയായിട്ടുണ്ടാവും. ഏതൊരു ബൈപ്പാസ് ചെയ്ത ആൾക്കും അതിന് കൊടുക്കുന്ന ഒരു ചെറിയ വിലയാണ് കാലിന്ന് ഞരമ്പെടുക്കുന്ന കാരണം കാലിലുണ്ടാകുന്ന നീര്. ഭയക്കേണ്ടതില്ല. അപ്പോൾ കൂടുതൽ നേരം നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റോക്രേപ്പ് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും നീര് കുറയാം. മാത്രമല്ല മാറും. അതിപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി അത് നീര് പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും അതൊരു ഭയക്കേണ്ട കാര്യമല്ല. അത് ഈ ഞരമ്പെടുത്തത് കൊണ്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ്. ആ ഞരമ്പ് നമ്മുടെ ഹൃദയത്തിലിരിക്കുക ഇപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ബ്ലോക്ക് കടന്ന് നമുക്ക് രക്തം കിട്ടുന്നത്. നടുവേദന എല്ല് തേയ്മാനം കൊണ്ടാവാം. മുതുക് വേദന എല്ല് തേയ്മാനം കൊണ്ടാവാം, ചില ഞരമ്പിനുള്ള ഇറിറ്റേഷൻ കൊണ്ടാവാം. അപ്പോൾ അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു എല്ല് രോഗ വിദഗ്ധനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെയോ ഒന്ന് കാണിക്കുക. പഴയ പോലെ ഹൃദയത്തിൻ്റെ വേദനയായിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ? പണ്ട് ഇല്ല. അത് മെയിൻലി നമ്മുടെ നട്ടലിനൊക്കെ തേയ്മാനം വരും. കാലക്രമേണ എല്ലാവരുടെ നട്ടലിലും ചെറിയ തേയ്മാനം ഉണ്ടാവും, ചിലർക്ക് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ പ്രയാസങ്ങൾ മാറുന്നില്ലെങ്കിൽ എല്ലിന് ഡോക്ടറെ കാണിക്കുക. കാലിന് നീര് പറഞ്ഞാല് നമ്മുടെ നെഞ്ചിന്റെ നേരെ ഈ ഒരു വിരല് മടക്കി വെക്കുന്ന അത്രയും ഭാഗമാണ് ഒരു പിടുത്തം പോലെ വന്നു. അത് 3-4 പ്രാവശ്യം വന്ന് മൈൻഡ് ചെയ്തില്ല. അവസാനം വയനാട് ആശുപത്രി കൊണ്ടുവന്നോ പറഞ്ഞു ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാണ് ലിസ്റ്റിക്ക് പറഞ്ഞിട്ട് ആൻജിയോ ചെയ്ത് ശരിയായില്ല. എനിക്ക് ഇത്രയായി വിട്ടത്. മനസ്സിലായി. അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മാറ്റാൻ പറ്റാത്ത ബ്ലോക്കുകളായതുകൊണ്ടാണ് മാഡത്തിന് ബൈപ്പാസ് ചിത്രായി ചെയ്തത്. കാലിന് ഞരമ്പെടുക്കുമ്പോൾ കാലിൽ ചെറിയ നീര് സാധാരണയാണ്. മരുന്ന് മുടങ്ങാതെ കഴിക്കുക. എന്തോ വേദന സംഹാരികൾ പൊതുവേ ഹൃദ്രോഗികൾക്ക് കൊടുക്കാറില്ല കാർഡിയോളജിസ്റ്റ്. പിന്നെ അത്ര വേദനയുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ നടുവേദനയ്ക്ക് എന്താണ് കാരണം നമുക്ക് ഫോണിൽ കൂടെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. എല്ല് തേയ്മാനം കൊണ്ടുവരാം, ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ടുവരാം, ഹൃദ്രോഗം കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആദ്യം ഒരു ഞരമ്പ് രോഗ വിദഗ്ധനെയോ എല്ല് രോഗ വിദഗ്ധനെയോ ഒന്ന് കാണിക്കുക, ഒരു അഭിപ്രായം എടുക്കുക. എന്നിട്ട് ഫർദർ നോക്കണമേ നോക്കുക. ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. കേട്ടെടുത്തോളം ഹൃദ്രോഗമാകാനുള്ള സാധ്യത കുറവാണ്. ഈ 23 ബൈപ്പാസ് എല്ലാം കഴിഞ്ഞ് സുഖമായിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് ഒന്ന് എല്ലിന് ഡോക്ടറെ കാണിക്കുക. എല്ല് തേയ്മാനം ഉണ്ടോ അല്ലെങ്കിൽ നട്ടലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ സംസാരിച്ചോളൂ. എനിക്ക് 50 വയസ്സാവാറായി. ഓക്കെ. അതിന്റെ ഇടത്തെ തോളിന് വേദനയുണ്ട്, നീരും ഉണ്ട്. ഓക്കെ. തോളെല്ലിനാണോ വേദന? തോള് സന്ധിക്കാണോ വേദന? എല്ലിന് ഇങ്ങനെ നീളത്തില് വേദനയുണ്ട്. ശരി. അപ്പൊ നീരുമുണ്ട്. ആ കൈക്ക് ഈ കഷത്തിന്റെ ഈ ഭാഗത്ത് നീരുമുണ്ട്. ശരി. അപ്പോഴ് ഇച്ചിരി ചൂടൊക്കെ പിടിച്ചൊക്കെ കൊടുക്കുമ്പോ മാറ്റി. മാഡം സാരി ഉടുക്കാറുണ്ടോ? ഇല്ല സാരിയല്ല, പർദ്ദ. അപ്പൊ പർദ്ദ നമുക്കിപ്പോ മുണ്ടുടുക്കാനൊക്കെ പ്രയാസം നേരിടുന്നില്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ? പർദ്ദയാകുമ്പോ ഇങ്ങനെ ലൂസായിട്ടല്ലേ കിടക്കുന്നത്. അതെ. തലയ്ക്ക് മുകളിൽ കൈ ഉയർത്താൻ പാടുണ്ടോ?
ഇങ്ങനെ കഴുത്തിന്റെ മേലിൽ ഇങ്ങനെ കൈ വെച്ച് കുറച്ചു നേരം കിടക്കാം, അന്നേരം കൈ കഴിക്കുമ്പോൾ വീണ്ടും താഴ്ത്തി വെക്കും. ശരി. നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ കുറച്ച് കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ നെഞ്ചിന് ഭാരം പോലെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ലില്ല, കിതപ്പുണ്ട്. ശരി ശരി മാഡം. അന്നേരം ഇടയ്ക്ക് മുതുകത്ത് ഇങ്ങനെ പെരുപ്പും തലയ്ക്ക് ഒരു ചെറിയ പെരുപ്പും ഉണ്ട്. ശരി. അപ്പൊ ഞാൻ ഇങ്ങനെ മുതുകത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കും, കുറെ നേരം കൊടുക്കുമ്പോഴത്തേക്ക് ആ പെരുപ്പം മാറും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞങ്ങൾ അടുത്ത് ഷിയാടെ ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോഴ് കുറച്ച് മെഡിസിൻ തന്നു, അത് കഴിച്ചതിന് ശേഷം കുറച്ചാളില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതിന്റെ സംശയം അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ഹൃദയത്തിന്റെ ബുദ്ധിമുട്ട് പോലെയല്ലായിരിക്കുന്നത്, മെയിൻലി ഒരു സന്ധി സംബന്ധമായ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. നമ്മളിതിനെ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ എന്ന് വിളിക്കും. അതായത് ഷോൾഡർ ജോയിൻറ്റിനുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ് കേട്ടെടുത്തോളം. ഏതായാലും നടക്കുമ്പോൾ കൂടുതൽ പ്രയാസമൊന്നും തോന്നുന്നില്ലെങ്കിൽ ഈ ഒന്നുകിൽ ഒരു ഓർത്തോ ഡോക്ടറെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കുക. ഫിസിയോതെറാപ്പി ഡോക്ടർമാർ, ഈ ഉഴിച്ചിലും പിഴിച്ചിലും ചെയ്യുന്ന ഡോക്ടർമാരും ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിനെ അവരെ വിളിക്കുക, അവരെ ഒന്ന് കാണിക്കുക. അവർക്ക് കാര്യമായ പ്രയാസമൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഹാർട്ട് ഇവാലുവേഷന് വേണ്ടി ഒരു കാർഡിയോളജിസ്റ്റിനെ സമീപിക്കുക. എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. നല്ലത്. ഷുഗർ, പ്രഷർ എല്ലാം നോർമലാണ്. പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. മാത്രമല്ല ഇപ്പോഴത്തെ വേദന കേട്ടിട്ട് ഹൃദ്രോഗമാണെന്ന് തോന്നുന്നുമില്ല. മെയിൻലി ഒരു എല്ല് സംബന്ധമായതോ അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് സന്ധി സംബന്ധമായ ഒരു പ്രയാസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഓർത്തോ ഡോക്ടറെ ഒന്ന് കാണിക്കുക. അവർ നോക്കിയിട്ട് തലയ്ക്ക് പെരുപ്പ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് നമുക്ക് സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ, പലപ്പോഴും മാനസികമായ സമ്മർദ്ദം ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന തലവേദനയാണ് ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയും. അതായത് മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന വരാം. ക്രമാതീതമായ BP വല്ലാണ്ട് കൂടിയാൽ നമുക്ക് തലവേദന വരാം. വേറെ പല അസുഖങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന വരാം. അപ്പോൾ തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ കൂടുതൽ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ കാണിക്കണം. സന്ധി സംബന്ധമായ വേദനയായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നൊരു ഓർത്തോപീഡിയസ്റ്റിനെ കാണിക്കുക. അവരുടെ കുഴപ്പങ്ങളൊന്നുമില്ല പറയുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ കാര്യവും ഒന്നും നോക്കി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 50 വയസ്സായില്ലേ, ഭയക്കേണ്ടതില്ല. പക്ഷെ കൂടുതൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ മതി. 2-3 വർഷത്തിന് മുമ്പ് കഴുത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കുരുക്കിട്ടായിരുന്നു. അതിനെ പറ്റി എല്ലാം വീട്ടു പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം ആയിരിക്കും. ഇപ്പൊ 2 കൊല്ലം ആയില്ലേ, ഏതായാലും അതുകൊണ്ട് ഇപ്പൊ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും വന്ന് കാണുന്നില്ല. ഏതായാലും നിങ്ങൾ അങ്ങനെ ഭയക്കണ്ട. ഇപ്പൊ ഏതായാലും കുഴപ്പമില്ലായിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഷോൾഡർ പെയിൻ ഒക്കെ ഒന്ന് കാണിച്ച് വെച്ചേക്ക്. ഹൃദ്രോഗം ഉണ്ടോ എന്ന് നോക്കുക തന്നെ വേണം 50 വയസ്സായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭയക്കുകയും വേണ്ട. പക്ഷേ ഈ ഷോൾഡർ പെയിനും ഇപ്പം തലപെരുപ്പൊക്കെ ഒന്ന് കാണിക്കൂ ഫിസിഷ്യനെങ്കിലും. സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ താൽസമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കാൻ നമ്പർ 0474293111. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്ന ആളാണ്. എന്ത് ഗുളിക മാഡം കഴിക്കുന്നത്? തൈറോയിഡിന് 25 മൈക്രോഗ്രാം. രാവിലെ എണീക്കുമ്പോ കഴിക്കൂലേ? രാവിലെ തന്നെ. ശരി. എന്നിട്ട് അത് എന്റെ കൈയുടെ ഇടത് കൈന്റെ കഷ്ടപ്പാത്തൊരു ചെറിയൊരു മുഴ വന്നിട്ട് വേദനയൊന്നും ഇല്ല. എത്ര കാലമായി ഈ മുഴയുണ്ട്? ഒരു 2 വർഷമൊക്കെ ആയി. 2 വർഷമേ ആയുള്ളൂ മുഴ വന്നിട്ട് അല്ലേ? വേദനയുണ്ടോ? വേദനയില്ല. ഇല്ല. ശരി. വേറെ എന്തെങ്കിലും കയ്യിൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ കയ്യില്? ഒന്നും വന്നിട്ടില്ല. മുഴ വലുതാകുന്നുണ്ടോ? വലുതാ മാഡം, അതൊരു സർജനെ കാണിക്കണം കേട്ടോ. ജനറൽ സർജറി ഡോക്ടർമാർ. എന്തോ നെഞ്ചിന്റെ വലത് ഭാഗത്ത് ഒരു തടുപ്പ് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചായിരുന്നു. ശരി. വലത് ഭാഗത്ത് മാറിനാണോ തടുപ്പ്? നിങ്ങളുടെ മാറിനാണോ ഈ തടുപ്പുള്ളത്? അല്ല. വലത് ഭാഗത്ത് എവിടെയാണ് തടുപ്പൊന്ന് വിവരിക്കാൻ പറ്റുമോ? നെഞ്ച് ഭാഗത്താണ്. മാഡം, കഷത്ത് കാണുന്ന മുഴ അത് 2 കൊല്ലമായിട്ട് ഉണ്ട്. അത് വലുതാകുന്നുണ്ട്. അത് കാണിക്കണം. നമുക്ക് ഫോണിൽ കൂടെ നമുക്കൊന്ന് കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. നമുക്കത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. വലുതായിക്കൊണ്ടിരിക്കുന്ന മുഴ, പക്ഷെ വേദനയില്ല അല്ലേ? ഇല്ല. ചിലപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത മുഴകളാവാം. പക്ഷെ പ്രശ്നമുള്ള മുഴകളാണോ നോക്കി വയ്ക്കണം. അപ്പോൾ ഒരു ജനറൽ സർജൻ ആരെയാണ് കാണിക്കേണ്ടത്? ജനറൽ സർജറി ഡോക്ടർമാരെ ഒന്ന് കാണിക്കണം.
ആണുങ്ങളുമുണ്ട്, സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കാണിക്കുക. അവർ നോക്കട്ടെ, അവർ നോക്കിയിട്ട് കുഴപ്പമുള്ളതാണോ അല്ലയോ നോക്കട്ടെ. വെച്ചുകൊണ്ടിരിക്കേണ്ട. വലുതാകുന്ന മുഴകളെ ശ്രദ്ധിക്കണം. വലത് ഭാഗത്തുള്ള മുഴയെ ആ സമയത്ത് കാണിക്കുക. താങ്ക് യു. സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഹൃദ്രോഗവും കാരണങ്ങളും പരിഹാര മാർഗവുമാണ് വിഷയം. നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് സാർ സ്വരം ഒന്ന് ഉയർത്തി പറയാമോ? കേട്ടുകൂടാ. സൗണ്ട് ഇങ്ങനെ വരുന്നുള്ളൂ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. സോറി, പറഞ്ഞോളൂ. 22-ാം തീയതി ആകുമ്പോൾ 2 മാസം. എന്ത് ചെയ്തു താങ്കൾക്ക്? എനിക്ക് പമ്പിങ് ഉറപ്പാണെന്നും പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ ശരി അഡ്മിറ്റ് ആവുന്നത്. ശരി. അപ്പൊ ആൻജിയോഗ്രാം ചെയ്തപ്പോഴേ ശരി 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ശരി. അപ്പൊ ബൈപ്പാസ് ഫിക്സ് ചെയ്തു. ചെയ്തു, ബൈപ്പാസ് ചെയ്തു. ശരി. അല്ല, ബൈപ്പാസ് ചെയ്തു. അപ്പൊ ഈ വാൽവിന് കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ ഒരു വാൽവ് മാറ്റണമെന്ന് പറഞ്ഞു. ശരി. രക്തക്കുഴൽ കുഴപ്പമായിരുന്നു. ആകപ്പാടെ ഡേഞ്ചർ ആയിരുന്നു. 55 വയസ്സുണ്ട് എനിക്ക്. ശരി. അപ്പം ശ്വാസകോശ സംബന്ധമായ അസുഖം തുടങ്ങിയതാ 2015. ഓക്കെ. അപ്പം ഇപ്പൊ സീപ്പാപ്പ് വെച്ച് തരണം ചെയ്യുന്നു ശ്വാസം. ശരി ശരി. അപ്പൊ ഇപ്പോഴ് ഒരുപാട് സമയമില്ല, ചുരുക്കി പറയാം. സംസാരിക്കാനാണെങ്കിൽ 1 മണിക്കൂർ പറയാം. അപ്പൊ ഞാൻ ചുരുക്കി പറയാം സാർ. പറഞ്ഞോളൂ. എനിക്കിപ്പൊ പടപടാന്ന് ഇടി നെഞ്ചില് ടപ്പ് 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 എന്നുള്ള സൗണ്ട്. ശരി. അപ്പം മദ്രാസിലാണ് ഇത് ചെയ്തത്. ബൈപ്പാസ് മദ്രാസിലാണ് ചെയ്തത് അല്ലേ? ബൈപ്പാസും വാൽവ് മാറ്റലും രക്തക്കുഴലും എല്ലാം അവിടെ തന്നെ ചെയ്തത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ആരോഗ്യം മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് എത്രയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇ എഫ് എത്ര ശതമാനം ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? പമ്പിങ് കുറവാന്ന് പറഞ്ഞിരുന്നോ? അല്ല, അങ്ങനെ പമ്പിങ് കുറവ് കാരണമാണ് എന്നെ കൊല്ലത്തുനിന്ന് മറ്റേ ചിത്രയിലോട്ട് പോകാനായിട്ട് വിട്ടത്. 2020 ചിത്രയിൽ പോയി സ്ട്രോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തായിരുന്നു. അവസാനം എക്കോ ചെയ്തത് എന്നാണ്? ഇക്കോ എന്നാ ചെയ്തത് അവസാനം? ഞാന് ഒക്ടോബർ 8-ാം തീയതി അഡ്മിറ്റ് ആവുന്നു. 9-ാം തീയതി എക്കോ ചെയ്തു. ശരി. എക്കോ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി. ശരി. സാറ് ബൈപ്പാസ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ബൈപ്പാസ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ചെന്നൈന്ന് ചെയ്തു. ശരി. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 മാസം 1-2 മാസം ആവുന്നുള്ളൂ അല്ലേ? 2 മാസം സർജറി ചെയ്തിട്ട് 2 മാസം. സർ, ധൈര്യത്തോടെ ഇരിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്കൾക്ക് നല്ല ഗുരുതരമായ, പറഞ്ഞു കേട്ടിട്ട് നല്ല ഗുരുതരമായ ഹൃദ്രോഗം ഉണ്ടായിരുന്നു. ബൈപ്പാസ് കഴിയുമ്പോൾ ആദ്യത്തെ 1-2 മാസം കുറച്ച് ക്ഷീണവും അവശതയും സാധാരണയായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ അത് തരണം ചെയ്യും. അത് തരണം ചെയ്യും. 2-3 മാസം ആകുമ്പോഴേക്കും സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇപ്പോൾ കുറച്ച് ധൈര്യമായിട്ടും മരുന്നുകൾ നന്നായിട്ട് ഫോളോ ചെയ്യുക, മരുന്നുകൾ കഴിക്കുക, പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് താങ്കൾ കുറേ കൂടി ആരോഗ്യം മെച്ചപ്പെടും. ഇപ്പോൾ കുറച്ച് അവശതയൊക്കെ തോന്നുമെങ്കിലും ധൈര്യം വിടാതെ മരുന്നുകളും കഴിക്കുക, ബാക്കി കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഒരു മാസം വരെ ടാബ്ലറ്റ്സ് ഉള്ളായിരുന്നു. മരുന്ന് നിർത്തരുത്, മരുന്നുകൾ തുടർച്ചയായി കഴിക്കണം. അയ്യോ സർ, അത് മരുന്ന് തുടർച്ചയായി കഴിക്കാനുള്ളതാണ്. 1 മാസത്തേക്ക് മാത്രം ആയിരിക്കില്ല. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതായത് മരുന്നുകൾ തുടർച്ചയായി കഴിക്കാനുള്ളതാണ്. 3 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞുവെങ്കിലും തുടർച്ചയായി കഴിക്കാം. ഒന്നുകിൽ അവിടെ വിളിച്ചു ചോദിച്ച് ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. മരുന്ന് നിർത്താനുള്ളതല്ല. നിർത്തി കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിനൊക്കെ തടസ്സം വരും. 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് എല്ലാ ദിവസവും അസിസ്റ്റർ മുടങ്ങരുതെന്ന് പറഞ്ഞു. അത് മാത്രമേ ഇപ്പൊ കഴിക്കുന്നുള്ളൂ. 1 മാസം വരെ ഒരുപാട് ഗുളിക ഉണ്ടായിരുന്നു. അത് മാത്രമാണ്. എനിക്കൊന്ന് വിളിച്ച് ചോദിക്കണം കേട്ടോ. പല മരുന്നുകളും തുടർച്ചയായി നിർത്താതെ തുടർച്ചയായി കഴിക്കാനുള്ള മെഡിസിനാണ് ബൈപ്പാസ് കഴിഞ്ഞ രോഗികൾക്ക് കൊടുക്കുക. അപ്പോൾ ഒരുപക്ഷെ ഒരു ആശയവിനിമയത്തിൽ വന്ന പാകപ്പിഴയാണെന്ന് സംശയിക്കുന്നു. ഒന്ന് അവിടെ സംസാരിക്കുക. മരുന്നുകളിൽ ആസ്പിരിൻ ഗുളിക ഉണ്ടാവണം, കൊളസ്ട്രോളിൻ്റെ മരുന്നുണ്ടാവണം, നീര് പറ്റാനുള്ള മരുന്നുണ്ടാവണം, ഹൃദയം വലുതായി പമ്പിങ് ഇനിയും കുറയാതിരിക്കാനുള്ള മരുന്നുണ്ടാവണം. അപ്പോൾ ഇത്യാദി മരുന്നുകൾ അവർ എഴുതി തന്നിട്ടുണ്ടാവും. 1 മാസം കഴിഞ്ഞ് നിർത്താൻ ആരും പൊതുവേ പറയാറില്ല. പക്ഷേ എന്തെങ്കിലും ആശയവിനിമയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആശുപത്രിയിൽ വിളിച്ചു ചോദിക്കാൻ ഒട്ടും മടിക്കണ്ട. ഇന്ന് തന്നെ ചെയ്യാം.
ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ലാസ്റ്റ് കോളിലേക്കാണ് പോകുന്നത്. നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ മാഡം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. ഓക്കെ മാഡം. പറഞ്ഞു. ഹലോ സാറേ, നമസ്കാരം. 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 ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിക്കാം സാറേ. പ്ലീസ് പറഞ്ഞു. സുഹൃത്ത് കാരണം അയാൾക്ക് രാവിലെ ഒരു ദിവസം ജോലിക്ക് പോകാൻ റോഡിൽ ഇറങ്ങിയപ്പോൾ സ്ട്രോക്ക് വന്ന് മറിഞ്ഞു വീണായിരുന്നു. അപ്പൊ നമ്മൾ പാരിപ്പള്ളി ES അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി സാറേ. അവിടെ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് പറഞ്ഞ് സാറേ തിരുവനന്തപുരത്തുണ്ട്. അപ്പം കുറച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ ഇട്ടിട്ട് അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല, എവിടെ വേറെ എങ്കിലും കൊണ്ടുപോകാൻ പറയാം. അങ്ങനെ നമ്മൾ ഇതിനെ ചിത്രയെ കൊണ്ടുപോയി സാറേ. ചിത്രയില് എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. നമ്മൾ ഉടൻ പൈസയൊക്കെ കെട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ പൈസയൊക്കെ അടച്ചെല്ലാം ചെയ്തിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്തില്ല സാറേ. 3 ദിവസം തലയുടെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. തലച്ചോറിന്റെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ? ആൻജിയോഗ്രാം ചെയ്ത് ക്ലോട്ട് എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അല്ലേ? രക്തക്കെട്ട് അലിയിച്ച് കളയുന്ന മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ശരി ശരി. പറഞ്ഞു. അപ്പൊ പിന്നെ ഈ കൈ ഒരു സൈഡ് തളർന്നിട്ടുണ്ട് സാറേ. കൈയും കാലും തളർന്നത്. അപ്പം വീട്ടിൽ കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും. 3 മാസം ഈ 3 നമ്മൾ പറഞ്ഞു വിട്ടാൽ 3 ദിവസം കഴിഞ്ഞ് അവിടെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു. ശരി. നമ്മളിപ്പം വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക സാറേ. അപ്പം കക്ഷിക്ക് ഇത് വരുന്നില്ല സാറേ. ഒരു ഏത് ഭാഗമാ തളർന്നത്? ഇടത്തെ ഭാഗമാണോ വലത്തെ ഭാഗമാണോ? സാറേ ലെഫ്റ്റ് സൈഡ് സാറേ. ലെഫ്റ്റ് സൈഡ്. ഓക്കെ. സംസാരശേഷി ഉണ്ടാവണമല്ലോ അങ്ങനെയാണെങ്കിൽ. സംസാരശേഷിയുണ്ട് സാറേ. നീച്ച് നിൽക്കാൻ ഇനി കൈയൊന്നും കാണത്തില്ല. ഇപ്പൊ നമ്മൾ ഡെയിലി ഒരാളെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ടൊന്ന് തടവിക്കുകയാണ്. സ്ട്രോക്ക് വന്ന ദിവസം തൊട്ട് ഇന്ന് വരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ബലക്കുറവിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ബലക്കുറവ് മെച്ചപ്പെട്ടോ? മെച്ചപ്പെടും ഡോക്ടർ പറഞ്ഞു സാറേ. ഈ ഫിസിയോതെറാപ്പി ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷെ കക്ഷി വരുന്നില്ല സാറേ. ഒരു ആക്റ്റീവ് ആവുന്നില്ല. അത് നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ ചെറിയൊരു വിഷാദം അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ടുള്ളൊരു തളർച്ച ഉണ്ടാവാം. നമ്മൾ നന്നായിട്ട് അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കണം ഫിസിയോതെറാപ്പി ചെയ്യാനും ബാക്കി മരുന്നുകൾ പ്രോപ്പറായിട്ട് കഴിക്കാനും. ഏതൊരു മനുഷ്യനും അങ്ങനെ. നമുക്ക് ഒരു രോഗം വരുമ്പോൾ പലപ്പോഴും മനുഷ്യർ തളർന്നു പോകും മനസ്സുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും എത്രത്തോളം മെച്ചപ്പെട്ടു വരുന്നു എന്ന് അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ ഒന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നല്ല രീതിയിൽ രോഗികൾ മുന്നോട്ട് വരും. ചെറിയൊരു വാക്ക്, ചെറിയൊരു പ്രോത്സാഹനം മതി അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറാനായിട്ട്. അതുകൊണ്ട് നല്ല വിളിക്കാൻ കാരണം ഞങ്ങൾ ചാരിറ്റി ചെയ്തുകൊണ്ട് എന്റെ തലേന്ന് വരെ ചാരിറ്റി ചെയ്യുന്നതാ. കാര്യം ഞങ്ങൾ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കക്ഷിയായിരുന്നു. അപ്പൊ നമ്മളൊരു പരിപാടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഈ ചെയ്തേണ്ട തലേന്നാണ് സംഭവിക്കുന്നത് സാറേ. വിഷമമുണ്ട്. പക്ഷേ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഈ ഫിസിയോതെറാപ്പി നിർത്തണ്ട, മരുന്നുകൾ മുറയ്ക്ക് കഴിക്കണം. പുള്ളി വിഷമം അല്ലെങ്കിൽ എന്താ പറയുക, അതിന് കോപ്പറേഷൻ സഹകരണം കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അദ്ദേഹത്തെ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നല്ലപോലെ അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക. നല്ല രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യങ്ങൾ ശരിയായി വരും. മരുന്നും മുടങ്ങരുത്. ഞരമ്പിന്റെ ഡോക്ടറെ തന്നെ തുടർച്ചയായി ന്യൂറോളജിസ്റ്റ്, ഞരമ്പ് രോഗ വിദഗ്ധൻ, ന്യൂറോളജിസ്റ്റ് കേട്ടോ. ഞരമ്പ് രോഗ വിദഗ്ധൻ, ന്യൂറോളജിസ്റ്റ്. യൂറോ അല്ല, ന്യൂറോ. ശരി. വളരെ സന്തോഷം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ ഇത്രയും നേരം കോളുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇനി ഒരു കോളിലേക്ക് പോകാനുള്ള സമയം സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം തന്നെ ആയിരിക്കണം. ഡോക്ടർ, എനിക്കൊന്നും ഇപ്പം തന്നെ നമ്മുടെ സ്ട്രോക്ക് വന്നവരുടെ, അതുപോലെ ബ്ലഡ് കുറയുന്നവരുടെ, പമ്പിങ് കുറയുന്ന, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡോക്ടറിന് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ പൊതുവായി നമ്മുടെ ജനങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കുന്ന, രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖമാണ്. അത് പലപ്പോഴും അതിന് പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. നമ്മുടെ എന്താ പറയുക, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വരുന്നതിൽ നിന്ന് തന്നെ ചെറുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഡയബറ്റീസ് പലപ്പോഴും ജീവിതശൈലി രോഗമാണ്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മൾ കുറേ കൂടെ പോഷകപ്രദവും അതുപക്ഷെ ഹാർട്ട് ഹെൽത്തിയുമായിട്ടുള്ള ഡയറ്റ്, അതായത് ഫ്രൂട്ട്സ്,
ഫിഷ്, അത് പൊരിച്ച് കഴിക്കലല്ല, ഫിഷ് കറി വെച്ച് കഴിക്കുക. അമ്മാതിരിയുള്ള ഹാർട്ട് ഹെൽത്തി ഡയറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിസ് തന്നെ വരാതിരിക്കും. ഡയബറ്റിസ് വരാതിരുന്നാൽ ഹൃദ്രോഗ സാധ്യത കുറയും. രക്താതിമർദ്ദം, നമ്മൾ ഉപ്പ് കണ്ടമാനം കഴിക്കുകയാണ്, പ്രോസസ്ഡ് ഫുഡ് കണ്ടമാനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. പ്രഷർ കൂടിയാൽ ഹൃദയാഘാതം വരാൻ സാധ്യത. അപ്പം പ്രഷർ നിയന്ത്രിക്കാനായിട്ട് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, ഉപ്പിൻ്റെ അളവ് ശരിക്കും കുറയ്ക്കുക, അമിതവണ്ണം കഴിയുന്നത് നിയന്ത്രിക്കുക. ഇമാതിരി കാര്യം നോക്കുകയാണെങ്കിൽ പ്രഷർ മാറി നിൽക്കും, ഹൃദ്രോഗ സാധ്യത കുറയും. പുക വലിക്കാതിരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഹൃദ്രോഗത്തിൽ നിന്ന് അകന്നു നിൽക്കാം. പലപ്പോഴും ഹൃദ്രോഗം ചിലർക്ക് ഉണ്ടാകുന്നത് സ്മോക്കിംഗ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നതിന് അടുത്തും പോകരുത്, സ്മോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഒരിക്കലും സ്മോക്ക് ചെയ്യാതിരിക്കുക, ഹൃദ്രോഗം അകന്ന് നിൽക്കും. കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. പലപ്പോഴും നമുക്ക് ഹെൽത്ത് ചെക്കപ്പ്, പീരിയോഡിക് ഹെൽത്ത് ചെക്കപ്പ് പ്രധാനമാണ്. കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാക്കിയെന്ന് വരില്ല. അപ്പോൾ ചെക്കപ്പിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ആ വഴിയും ഹൃദ്രോഗം അകന്ന് നിൽക്കും. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഹൃദ്രോഗം വന്നിട്ട് ചികിത്സയെക്കാട്ടിലും വളരെ പ്രധാനമാണ് രോഗം വരാതിരിക്കാനുള്ളത്. അതായത് ഇതിൻ്റെ കാരണക്കാരായ രോഗങ്ങളെ തന്നെ തടഞ്ഞു നിർത്തിയാൽ ഈ രോഗമേ വരില്ല. അതെ, ഓക്കെ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡോക്ടർ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായിരുന്നു. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ശ്രോതാക്കൾക്ക്, ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള സംശയങ്ങൾ. അവസാനം വന്ന കോള് തന്നെ ഏറ്റവും വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂട്ടുകാരന് വേണ്ടിയാണ് വിളിച്ചിരുന്നത്. എന്താ പറയുക, ഡോക്ടറിൻ്റെ ഒരു വിലയേറിയ സമയം ഇത്രയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസറിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് ഡോക്ടർ. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു ഫോർ ദ ഹോൾ ബെൻസർ റേഡിയോ ടീം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഹൃദ്രോഗവും കാരണങ്ങളും പരിഹാര മാർഗവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മെഡിട്രീന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രേമാഷായിരുന്നു. ഡോക്ടറിന് നന്ദി പറഞ്ഞ പറ്റുകൾ ഇന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.